BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട പ്രവർത്തനം നേരത്തെ തുടങ്ങാൻ കേരളത്തിലെ BJP നേതൃത്വം തീരുമാനിച്ചു. മിഷൻ 29മായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മണ്ഡല പുനർനിർണയത്തിലൂടെ 30 സീറ്റായാൽ 6 മുതൽ 8 സീറ്റ് വരെ നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. സ്ഥാനാർത്ഥികളെയും മണ്ഡലത്തിന്റെ ചുമതലക്കാരെയും നേരത്തെ തന്നെ നിശ്ചയിച്ച് നീങ്ങാൻ ധാരണയായി. അതേസമയം ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ കാര്യമായി എടുക്കാൻ BJP നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. കോർ കമ്മിറ്റി വിളിക്കണമെന്ന മുരളീധര പക്ഷം ആവശ്യപ്പെട്ടെങ്കിലും വിളിച്ചിട്ടില്ല. ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും യോഗം മാത്രം വിളിച്ചു. അതിൽ കാര്യമായി ഫണ്ട് തട്ടിപ്പ് ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ യോഗത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും പങ്കെടുത്തില്ല. ആരോപണങ്ങളെ ഗൗനിക്കാതെ മുന്നോട്ടു പോവുക എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. പകരം മിഷൻ 29നാണ് യോഗത്തിൽ ഊന്നൽ നൽകിയത്. മണ്ഡല പുനർനിർണയത്തിലൂടെ 20 സീറ്റ് എന്നത് 30 സീറ്റായി ഉയർന്നാൽ 6 മുതൽ 8 സീറ്റ് വരെ പിടിക്കുക എന്നതാണ് BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 20 സീറ്റ് തന്നെയാണെങ്കിൽ 4 സീറ്റ് വരെ പിടിക്കണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രൻ, തൃശൂരിൽ സുരേഷ് ഗോപി, പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി എന്നിങ്ങനെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകളിലേക്കും നേതൃത്വം കടക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.